കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി മാഫിയയെ സഹായിക്കുന്നത് KSU എന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. എന്നാൽ മുഖ്യധാര വാർത്താ ചാനലുകൾ ഇത് ഒളിച്ചുവെക്കുന്നു. ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ളവർ ലഹരി മാഫിയയുടെ ആളുകൾ. മരട് അനീഷിന് KSU ജില്ലാ പ്രസിഡന്റിന്റെ ആയുള്ള ബന്ധം അന്വേഷിക്കണം. KSU ലഹരി മാഫിയയെ ക്യാമ്പസിലേക്ക് തിരികെ കൊണ്ടുവരുന്നുവെന്നും PS സഞ്ജീവ് പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കളമശ്ശേരി പോളിയുമായി ബന്ധപ്പെട്ട കാര്യം. ഇന്നലെ വൈകിട്ടോടുകൂടി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയപരമായി ആ വിഷയത്തെ കാണുന്നതിൽ നിന്ന് പുറംതിരിഞ്ഞോടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഇന്നലെ കളമശ്ശേരിയിൽ നടന്നതും എറണാകുളത്തും മരട് അനീഷിനെ കാണാൻ ഗോകുൽ ഗുരുവായൂർ എന്ന തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പോയതും ഇതും യാദൃശ്ചിക സംഭവിച്ചതാണെന്ന് ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവരൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ കോടാനുകോടി രൂപയുടെ ഈ പറയുന്ന ലഹരി മരുന്ന് മാഫിയക്കുള്ള എല്ലാ സഹകരണവും ചെയ്യുന്നവരുടെ കൂട്ടമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംഘം മാറിയിരിക്കുന്നു. ചേതൻ സാജനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ചേതൻ, കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു കഞ്ചാവ് മാഫിയ ക്യാമ്പസുകളിൽ പിടിമുറുക്കുന്നത്. അതിൽ SFIക്കാരെ പ്രതികളാകുന്നു എന്ന തരത്തിൽ വിമർശിക്കുകയും അതേസമയം KSUക്കാർ പ്രതികളാകുമ്പോൾ അവർ വെറും വിദ്യാർത്ഥികളാകുകയും മാത്രം ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകമായി തന്നെ ആ വിഷയം ചർച്ച ചെയ്യേണ്ടതുമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് PS സഞ്ജീവ് പറയുന്നത്? തീർച്ചയായും അന്ന, അല്പ സമയം മുമ്പാണ് കോഴിക്കോട് പയ്യോളിൽ വെച്ച് SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് PS മാധ്യമങ്ങളെ കണ്ടത്. സംസ്ഥാനത്തെ ക്യാമ്പസുകളിലേക്ക് KSU ലഹരി മാഫിയ സംഘത്തെ തിരികെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നാണ് പ്രധാനമായും സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് PS പറഞ്ഞത്. ഒപ്പം തന്നെ KSUവിനെ വലതുപക്ഷം മാധ്യമങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ ന്യായീകരിക്കുകയാണ്. സംസ്ഥാനത്ത് ഈ ലഹരി മാഫിയയിൽ ഉൾപ്പെട്ട എല്ലാവരും പിടിക്കപ്പെടണമെന്നാണ് SFIയുടെ നിലപാടെന്നും സഞ്ജീവ് പറഞ്ഞു. ഒപ്പം തന്നെ ഈ മഹാരാജാസ് കോളേജിലുണ്ടായ പ്രശ്നം, അതായത് മഹാരാജാസ് കോളേജിലെ KSU മുൻ യൂണിറ്റ് പ്രസിഡന്റിനെ KSU എറണാകുളം ജില്ലാ പ്രസിഡന്റ് മർദ്ദിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയം ഭൂരിഭാഗം മുഖ്യധാര മാധ്യമങ്ങൾ തമസ്കരിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഗുണ്ടാ നേതാവായ മരട് അനീഷിനെ ഈ KSU നേതാവ് ആയ ഗോകുൽ ഗുരുവായൂർ ചെന്ന് കണ്ടതും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് പ്രധാനമായും പറയുന്നത്. ഇതൊക്കെ കൂട്ടി വായിച്ചാൽ ഈ KSU SFIയെ എന്തിന് ആക്രമിക്കുന്നതിനുള്ള പൊരുൾ മനസ്സിലാകുമെന്നാണ് പ്രധാനമായും സഞ്ജീവ് എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ KSU തയ്യാറാവുന്നില്ല. ഈ KSU നടത്തുന്ന ഈ പൊറാട്ട് ജാഥ നാടകം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. കൂടാതെ തന്നെ ക്യാമ്പസിലേക്ക് ലഹരി എത്തിക്കുവാനാണ് KSUവിന്റെ ശ്രമമെങ്കിൽ ശക്തമായി SFI ചേർക്കുമെന്നും സഞ്ജീവ് പറഞ്ഞു. അന്ന, കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി മാഫിയയെ സഹായിക്കുന്നത് KSU ആണ് എന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറയുന്നു. അതിനെ എതിർക്കാനുള്ള പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. ലഹരിക്കെതിരെ കൂട്ടായ പ്രവർത്തനം ഉണ്ടാകും എന്നും സഞ്ജീവിന്റെ പ്രതികരണം. ചേതൻ സാജൻ വിവരങ്ങൾ നൽകിയത്.